ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ള പങ്ക് വ്യക്തമാക്കുന്ന രേഖകൾ പൊതുജനം കഴുതിയല്ല സാർ പുറത്തുവിടുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഈ പരിപാടി കക്ഷി ചേരുന്നില്ല. എങ്കിലും തട്ടിപ്പുകാർ എപ്പോഴും ഓർക്കണം, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവർ പറയുന്നുണ്ട് പൊതുജനം കഴുതയല്ല സാർ എന്ന്. കാണാം രേഖകൾ സംസാരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ചെറുമീനുകൾ മാത്രമല്ല, വമ്പൻ സ്രാവുകളും സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അമ്പലം വിഴുങ്ങികൾ എന്നത് അടുത്തിടെ വരെ ഭണ്ഡാരം, നേർച്ചപ്പണം എന്നിവയിൽ കൈയിടുന്നവരെ പരാമർശിക്കുന്നതായിരുന്നു. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ശാസ്ത്രീയമായ തട്ടിപ്പ്, വിശദമായ ആസൂത്രണം, വൻ ഗൂഢാലോചന എന്നിവ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടെന്ന് വ്യക്തം. അമ്പുകൊള്ളാത്തവരിലെ കുരുക്കളിൽ എന്ന് പറയും പോലെ പഴയ ഭരണസമിതിയും നിലവിലെ ഭരണസമിതിയുമെല്ലാം ആരോപണ നിഴലിലാണ്. നിലവിലെ ഭരണസമിതിക്ക് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് കൈ കഴുകാനാകുമോ? സാധ്യമല്ലെന്ന് പറയുന്നു രേഖകൾ. ആ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രേഖകൾ 24 പുറത്തുവിടുന്നു. തീയതി 2024 ഓഗസ്റ്റ് 17. തിരുവാഭരണം കമ്മീഷണർക്ക് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത്. വിഷയം ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിന് മെയിൻ്റനൻസ് സംബന്ധിച്ച്. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കത്തിൽ സൂചനയായി ചേർത്തിരിക്കുന്നു. അതിങ്ങനെ: സൂചന: ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ 16/3/2024 നിർദ്ദേശം. ആരുടെ നിർദ്ദേശമെന്ന് പ്രേക്ഷകർ ഒരിക്കൽ കൂടി കാണണം. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശം. ആരാണെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരുവാഭരണം കമ്മീഷണർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് തുടരുന്നു. ശബരിമല ശ്രീകോവിലിന് മുൻപിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ ചെമ്പിൽ പൊതിഞ്ഞ് സ്വർണം പൂശിയിട്ടുള്ളതാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കണം ആ വരി: ചെമ്പിൽ പൊതിഞ്ഞ് സ്വർണം പൂശി. വാസ്തവത്തിൽ വ്യവസായി വിജയ് മല്യ 98-ൽ സ്വർണം പൊതിഞ്ഞു നൽകിയതാണ്. സ്വർണം പൊതിഞ്ഞു എന്നതിന് പകരം രേഖപ്പെടുത്തിയത് സ്വർണം പൂശിയെന്ന്. ഇനി വീണ്ടും കത്തിലെ വാചകങ്ങളിലേക്ക്. തുടർവരികൾ ഇങ്ങനെ: പ്രസ്തുത ശില്പങ്ങളുടെ പല ഭാഗത്തും പൊട്ടലുകൾ സംഭവിച്ച് ചെമ്പുപാളികൾ അടർന്നുപോയതായി കാണുന്നു. ശബരിമല പോലെയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ അവിടെ ഉണ്ടായിട്ടുള്ള ന്യൂനതകൾ സീസൺ ആരംഭിക്കുന്നതിന് മുൻപായി പരിഹരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം. അതെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണം പൊതിയാൻ ദ്വാരപാലക ശില്പപാളികളെ ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് താൽപര്യമെന്തായിരുന്നു? അതിനുള്ള ഉത്തരം അന്വേഷണ സംഘം കണ്ടെത്തുമോ? വസ്തുതകൾ കോടതിയെ അറിയിക്കാമെന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റേത്. ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡിന്റെ തിടുക്കമെന്തായിരുന്നു? അതറിയണമെങ്കിൽ ഇക്കഴിഞ്ഞ ജൂലൈ 30 ഒരു കത്തിലേക്ക് പോകണം. കത്തയച്ചിരിക്കുന്നത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക്. അയച്ചയാൾ തിരുവാഭരണം കമ്മീഷണർ. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെ: ഉത്തരവിൽ നിർദ്ദേശിച്ചത് ദ്വാരപാലകന്മാരുടെ ശില്പത്തിന്റെ മെയിൻ്റനൻസ് സ്വർണം പൂശുന്ന ജോലികൾക്കായി ചെന്നൈ അമ്പത്തൂരിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ എത്തിക്കുന്നതിനും അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനും സ്പോൺസറുടെ സേവനം ഉപയോഗപ്പെടുത്തണമെന്നാണ്. നിലവിലെ ഭാഗങ്ങളിൽ സ്വർണം പൂശിയിട്ടുള്ളതിനാൽ അത് നീക്കം ചെയ്ത് സ്വർണം പൂശാനുള്ള സാങ്കേതികവിദ്യ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇല്ലാത്തതാണ്. കത്ത് അവസാനിക്കുന്നത് ദേവസ്വം തന്ത്രിയുടെ അഭിപ്രായവും സ്പോൺസറുടെ വിവരവും ലഭ്യമാക്കണമെന്ന് പറഞ്ഞാണ്. പക്ഷെ സംഭവിച്ചത് മറിച്ച്. സാങ്കേതികവിദ്യ ഇല്ലാത്ത സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ദിവസങ്ങൾക്കകം സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്നു. അപ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന നിൽപ്പാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും. ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിന് കുടപിടിക്കുകയായിരുന്നോ ദേവസ്വം ബോർഡെന്ന സംശയം ഉയരുന്നു. ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ബോധപൂർവമായ പങ്കുണ്ടായെന്ന് കരുതേണ്ടി വരും. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുമ്പോൾ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതിരുന്നത് ഈ പങ്ക് പുറത്തുവരുമെന്ന് ഭയന്നാകണം. ദേവസ്വം മന്ത്രിയിലേക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്കും ആരോപണമുന്നത്തിരിക്കുകയാണ് പ്രതിപക്ഷം. ആരോപണങ്ങൾക്കപ്പുറം ജനമനസ്സുകളിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 2019 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പപാളികളിൽ 2025 വീണ്ടും പൂശാൻ ദേവസ്വം ബോർഡിനെ പ്രേരിപ്പിച്ചത് എന്തെന്ന ചോദ്യമാണ് അതിലൊന്ന്. 2019 സ്വർണം പൂശിയപ്പോൾ 40 വർഷത്തെ വാറണ്ടിയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് വാഗ്ദാനം ചെയ്തിരുന്നത്. 6 വർഷമായപ്പോൾ വീണ്ടും എന്തിന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയെന്നതിന് ദേവസ്വം ബോർഡ് മറുപടി നൽകണം. ഒപ്പം ബോർഡിനെ പിന്തുണയ്ക്കുന്ന സർക്കാരും. നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാൻ സർക്കാർ നിയമഭേദഗതിക്ക് ഒരുങ്ങുന്നതിനിടയിലാണ് തിരിച്ചടിയായി ഈ രേഖകൾ പുറത്തുവരുന്നത്. തട്ടിപ്പുകാരോട് ജനങ്ങൾക്കൊന്നേ പറയാനുള്ളൂ: പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിലവിലെ ദേവസ്വം ബോർഡ് കൂടി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. കോടതി ഇന്നലെ ഉന്നയിച്ച ചില ചോദ്യങ്ങൾ, സംശയങ്ങൾ അതൊക്കെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, ഉന്നതരുടെ പങ്കടക്കം വെളിച്ചത്ത് വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.